സത്യം പറഞ്ഞ എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും ഞാൻ നാടാടെ 7th ക്ലാസ്സിൽ മാത്രമാണ് ഒരു ഒപ്പന കളിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ കളിക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു സീനുണ്ട്. അതിൽ വന്നപ്പോ ഒരു കൂട്ടുകാരൻ കളിയാക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് ബാക്കോട്ട് തന്നെ പോയി. അതിനുശേഷം ഞാൻ ഒരൊറ്റ സ്റ്റേജ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാ എന്റെ ഉള്ളിൽ ആ ഒരു എനർജി നിൽക്കുന്നത് കൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. അതിയായ ഒരു ആഗ്രഹം, ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലൊക്കെ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും രണ്ടക്ഷരം പറയണം, അവരെ എന്നിലൂടെ ഒരു ഒരു മാറ്റം വരുത്താൻ സാധിക്കണം എന്നുള്ള ഒരു കാരണം ഇങ്ങനൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ എത്തിപ്പെട്ടപ്പോ ആ ഒരു രീതിയിലേക്കാണ്. പിന്നെ ഞാനിങ്ങനെ പതിയെ പതിയെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രെയിനർ കോച്ചൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആണല്ലോ നല്ലപോലെ പബ്ലിക്കിന്റെ മുന്നിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാന്നൊക്കെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ സെൽഫ് ലവ്, ഈ ഒരു ജേണി ജേണി ടു സെൽഫ് ലവ് എന്നുള്ള ആ ഒരു ഇതിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലൈല മാമിന്റെ ഈ ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ള ആ ഒരു നിങ്ങൾക്കും ട്രെയിനർ ആവാം എന്നുള്ളത് കണ്ടത്. അൽഹംദുലില്ലാ ഞാനത് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ ആശിരുന്ന ഒരു കാര്യമല്ലേ ഇത് എന്നുള്ളത്. അങ്ങനെയാണ് റെസിന മാമിനായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. അപ്പൊ റെസിന മാം ക്യാഷ് പറഞ്ഞപ്പോ 4000. അൽഹംദുലില്ലാ 4000ഓ? കാരണം നമുക്കറിയാലേ ഒരു വൺ ഡേ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ 30-40 നമുക്ക് കിട്ടില്ല. ആ സ്ഥാനത്ത് നമുക്ക് 4000 കൊടുത്തു കഴിഞ്ഞിട്ട് അതും ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു ഒരു ഭയോ ഒന്നും തോന്നില്ല. അത്രയും സ്വീറ്റ് ആയിട്ടാണ് നമ്മളെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുക ആ ഒരു സമയത്ത്. ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചോദിക്കാം എന്തും പറയാം ആ ഒരു രീതിയിലായിരുന്നു മാമിന്റെ ഓരോ ക്ലാസ് കഴിയുന്നതേ അറിയില്ലായിരുന്നു. ഒരു പേടിയോ ഒന്നും നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ഒന്നും വേണ്ട എന്നൊക്കെ ചോദിക്കും. അപ്പൊ എല്ലാ മാം നമ്മളെ വിളിച്ചുകൊണ്ട് വരും. നീ വന്ന് എടുക്ക്, നിനക്കോട് കഴിയും എന്നുള്ള രൂപത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും മാം ഞാൻ പഠിച്ചു കഴിയില്ല, ഞാൻ ഇനി എടുക്കാൻ വരണമെന്നില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ മാം പറഞ്ഞു നിന്നെക്കൊണ്ട് കഴിയും, നിന്നെക്കൊണ്ട് പറ്റും. കാരണം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്ലാസ് എടുക്കണേ. അപ്പൊ അൽഹംദുലില്ലാ എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചത് ഈ ഒരു ലൈല മാമിന്റെ ഈ കൂട്ടുകെട്ടില് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഈ ട്രെയിനർ കോഴ്സിൽ എത്തിയപ്പോഴാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉള്ളിൽ ആഗ്രഹം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം ഇത്ര കുറഞ്ഞ ഫീസിൽ എവിടെയും നമുക്ക് ക്ലാസ് കിട്ടില്ല. ഞാൻ ഉറപ്പ് തരുന്നു, ഷുവർ നമുക്ക് ഒരിക്കലും ക്ലാസ് കിട്ടില്ല. അതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം താങ്ങും തണലും സപ്പോർട്ടായിട്ട്. ഇപ്പൊ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിക്കണെന്ന് അറിയോ, കോൾ ചെയ്തിട്ട് വിളിച്ചിക്കണെന്ന് അറിയോ. ഇന്നലെ വിളിച്ചു. അതുപോലെ തന്നെ കുറച്ചു ദിവസം മുന്നേ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ കാരണം ഇക്ക വരും അങ്ങനത്തെ തിരക്കുകളൊക്കെ. അപ്പൊ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇതായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് പൊന്തിച്ചു കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ ഒരു നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോയെന്ന് വിചാരിച്ചോ, അവരവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പോയില്ലേ, നമ്മളെ കൊടുത്തിട്ട് നീ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതുപോലൊരു ഈ വിക്ടോറിയ എജു ഹബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ എവിടെ കിട്ടും? സത്യല്ലേ? ആ ഒരു കാര്യമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി നോക്കി പോവും. ആ ഒരു ഇത്രയും കുറഞ്ഞ ഫീസുമാണ് നമ്മളെ കൊടുന്ന് കൈപ്പിടിച്ച് ഒരു പ്ലാറ്റ്ഫോം പോലും നമുക്ക് ഒരുക്കി തരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. അപ്പൊ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ, നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും.